എന്തുകൊണ്ടാണ് പാലക്കാട് ജനപ്രതിനിധിയായിട്ടുള്ള മാങ്കൂട്ടത്തെ യൂത്ത് വ്യാജനെന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടെങ്കിൽ ഒരു ഉദാഹരണം കൂടി വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ചു. സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ ജനങ്ങൾ ആശങ്കാകുലരാണ്, ഭയചകിതരാണ്. ആ സന്ദർഭത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ അവിടെ ഉണ്ടായിരിക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ. പക്ഷേ പാലക്കാട് MLA ആയിട്ടുള്ള മാങ്കൂട്ടം ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം കോട്ടയത്ത് ഫോട്ടോഷൂട്ടിലാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ വലിയ മൈലേജ് ഉണ്ടാക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. പോരാത്തതിന് വയനാട് ഫണ്ട് മുക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ അതിൽ മെഴുകി നിൽക്കുന്ന സന്ദർഭത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ബിന്ദു എന്നുള്ളൊരു രക്തസാക്ഷിയെ കിട്ടി. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഫണ്ട് മുക്കൽ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ സുവർണ അവസരം ഉപയോഗപ്പെടുത്താൻ കോട്ടയത്തെത്തിയ യൂത്ത് വ്യാജന് അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന ചോദ്യമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നത് 2 ഡയലോഗ് അടിക്കാൻ പറ്റിയതായിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായ ആ ചോദ്യം വന്നപ്പോൾ യൂത്ത് വ്യാജന്റെ മുഖത്തെ പ്രസന്നഭാവം ഫ്യൂസ് ഊരിയതുപോലെ ഓഫാകുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ ആ പ്രതികരണവും ആ മുഖഭാവവും. ഇല്ല, നിപ്പ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സസ്പെക്റ്റഡ് ആണ്. ആ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ എല്ലാ റിപ്പോർട്ടും, ആ റിപ്പോർട്ടുകളെല്ലാം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചിരുന്നു. റിസൾട്ട് വെയിറ്റിംഗ് ആണ്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടത് കാര്യങ്ങളും സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങൾ, റിസൾട്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ പറയേണ്ടത് ഒന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ആണ്. പക്ഷേ ഇതുവരെ വാർത്തകളിൽ വരുന്നത് പോലെ ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടില്ല. ഡിക്ലെയർ ചെയ്യപ്പെടാതിരിക്കുമ്പോൾ തന്നെ ആ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആ കേസിന്റെ കോണ്ടാക്റ്റുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രാക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ്, അതായത് ഇവർക്ക് ആരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. കേട്ടല്ലോ, പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ചിട്ടേ ഇല്ല, സ്ഥിരീകരിക്കുന്നതാകുന്നതേ ഉള്ളൂ. വ്യാജത്തരമാണോ അല്ലയോ? സ്വന്തം മണ്ഡലത്തിൽ ഇത്രയും ഗുരുതരാവസ്ഥ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്തമുള്ളൊരു ജനപ്രതിനിധി എന്താണ് ചെയ്യേണ്ടത്? അവിടെ ജനങ്ങൾ ആശങ്കാകുലരാണ്. അവർക്ക് ധൈര്യമേകേണ്ടവർ, ആത്മവിശ്വാസമേകേണ്ട വ്യക്തി സ്വന്തം പുറത്ത് ഇപ്പോൾ ഫണ്ട് മുക്കൽ കറ പുരണ്ടിരിക്കുന്നതിന് മറയ്ക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. എന്തായാലും MLAയുടെ പ്രതികരണം കേട്ടു. അദ്ദേഹം പറഞ്ഞത് വ്യാജത്തരമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ? വേറെ ആരും വേണ്ട, മലയാള മനോരമ തന്നെ. എന്തിനും ഏതിനും ഇവർക്ക് മനോരമയാണല്ലോ. നിപ്പ സ്ഥിരീകരിച്ചോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് മനോരമ പറഞ്ഞത് കേൾക്കും. പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓൺലൈൻ യോഗം ചേരുന്നത്. ആ ഓൺലൈൻ യോഗത്തിനൊടുവിലാണ് ഇപ്പോൾ നാട്ടുകൽ കിഴക്കമ്പുറം മേഖലയിലെ 3 കിലോമീറ്റർ പരിധിയിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആയി പ്രഖ്യാപിക്കുന്നത്. മേഖലയിൽ അതീവ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കച്ചനാട്ടുകര പഞ്ചായത്തിന്റെ 8ാം വാർഡാണ്. ആ വാർഡിലാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ യുവതി ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ്. എന്തായാലും നിലവിൽ നിപ്പയെ കൂടി പ്രതിരോധിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. മേഖലയിൽ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? വ്യാജത്തരമാണോ പറഞ്ഞത്? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അവിടെയും തീർന്നില്ല. അവിടെ പ്രസംഗിക്കാൻ മൈക്ക് കിട്ടിയപ്പോൾ അടിച്ചൊരു വാചകമുണ്ട്. കേരളത്തിൽ നിപ്പ വന്നവർ മുഴുവൻ മരിച്ചുപോയത്രേ. നിപ്പ വന്ന് മരണപ്പെട്ടവരുമുണ്ട്, അതിജീവിച്ചവരുമുണ്ട്. ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടാണ് ഈ നെറികെട്ട വർത്തമാനം വിളിച്ചു കൂവിയത്. ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റുകൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന 2 ആരോഗ്യ അടിയന്തരാവസ്ഥ എന്തൊക്കെയാ? ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡും. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചോ ആ രോഗികളെല്ലാം മരിച്ചു. സർക്കാർ പറയുന്നു ഞങ്ങളുടെ വിജയം. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? ഇനി നിങ്ങൾ പറയൂ, റീൽസ് ലൈഫിനപ്പുറം റിയൽ ലൈഫിൽ കാപട്യമാണോ, കപടമാണോ, വ്യാജത്തരമാണോ, വായ് തുറന്നാൽ കള്ളത്തരം പറയുന്നവനാണോ? ബോധ്യപ്പെട്ടോ ഇല്ലയോ? അതുമാത്രമാണ് ഈ നാടിനോട് ആവർത്തിച്ച് പറയാൻ പരിശ്രമിക്കുന്നത്. എന്ത് കാര്യത്തിലും റീൽസ് ഇട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനപ്പുറം ഏത് വിഷയം നേരിട്ട് വന്നാലും അതിൽ മുഴുവൻ വ്യാജത്തരം കാണിക്കുന്നുണ്ട്. അത് വയനാട് ഫണ്ട് മുക്കലിലായിക്കോട്ടെ, പെട്ടി വിവാദത്തിലായിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ ഇതെല്ലാം മറയ്ക്കാൻ വേണ്ടി റീൽസ് അടിക്കാൻ വേണ്ടി കോട്ടയത്തെത്തിയപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചില്ലത്രേ. അങ്ങനെ ഒരു വ്യാജത്തരം പറയേണ്ട കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, എന്തിലും ഏതിലും ആദ്യം നാവിൻ തുമ്പിൽ വരുന്നതും പ്രവൃത്തിയിൽ വരുന്നതും കള്ളത്തരവും വ്യാജത്തരവുമാണ്.
അതിന് ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, സകലത്തിലും ഒരു വ്യാജൻ ടച്ച് യൂത്ത് വ്യാജന്റെ പ്രവൃത്തിയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന്. അത് വാക്കിലുമുണ്ട്, പ്രവൃത്തിയിലുമുണ്ട്. റീൽസിലൂടെ കാപട്യങ്ങൾ കാണിച്ച് ജനങ്ങളെ കുപ്പിയിലിറക്കുക, റിയൽ ലൈഫിലേക്ക് വന്നാൽ വാ തുറന്നാൽ കള്ളം പറയുക, ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ശൈലി. അത് ഈ ദൃശ്യവും നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്.